തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണത് ഇവിടെയാണ്. ഇവിടെ ഹെപ്റ്റ് എന്ന വാക്കാണ്. അപ്പോൾ നിങ്ങൾ കാർബൺ എങ്ങനെ എഴുതാണ്ടെന്ന് നോക്ക്. മെത്ത്, അത് കഴിഞ്ഞിട്ട് എത്ത്, അതാണെങ്കിൽ പ്രോപ്പ്, അതാണെങ്കിൽ ബ്യൂട്ട്, അതാണെങ്കിൽ പെൻറ്റ്, അതാണെങ്കിൽ ഹെക്സ്, അത് കഴിഞ്ഞിട്ട് എന്ത് ഹെപ്റ്റ്. കണ്ടോ, ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാർബൺ വരും. അത് കഴിഞ്ഞ് ANE ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിടത്തും സിംഗിൾ ബോണ്ട്, ഇതാണ്ട് ഒരൊറ്റ വര ഇടാവും. സിംഗിൾ ബോണ്ട് വെച്ച് എല്ലായിടത്തും സിംഗിൾ ബോണ്ടിൻ്റെ ഒരു വര കൊടുക്കുക. ഓക്കെ ആണ്, കണ്ടോ, സിംഗിൾ ബോണ്ട് കൊടുത്തു. എന്തുകൊണ്ടാണ്? ANE ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടെ നോക്കണം, ഡൈ ആണ്. രണ്ട് എന്ന അർത്ഥത്തില ഡൈ മീത്തയിലാണ്. മീത്തയിൽ എന്ന് പറയുമ്പോൾ രണ്ടിൽ, എവിടെയൊക്കെ? രണ്ടിലും നാലിലും. നോക്ക്, രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു മീത്തയിൽ എന്ന് പറയുമ്പോൾ CH3. അതിനൊക്കെ 4 എന്ന് പറയുമ്പോൾ നോക്കി, ഇത് ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, ഇതാണ് നാലാമത്തെ. അപ്പോൾ ഈ നാലാമത്തെ കാർബണിലും ഒരു മീത്തയിൽ കൊടുക്കണം. ഈ കാർബണിനകത്ത് 4 എണ്ണം വരണം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ അവിടെ ഫില്ല് ചെയ്യാം? 3 എണ്ണം. 1 2 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ? ഒരു ഹൈഡ്രജൻ. 1 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ? 2 എണ്ണം. ഇവിടെ 1 2 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ. 1 2 ഉണ്ട്. ബാക്കി എത്ര ഹൈഡ്രജൻ? 2 എണ്ണം. ഇവിടെ 1 2 ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ? 2 എണ്ണം. ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ എത്ര എണ്ണം? 3 എണ്ണം. അപ്പോൾ ഇതാണ് ഈ കൊടുത്തിരുന്നതിൻ്റെ സ്ട്രക്ചർ.